സ്ട്രെസ്സാണ്. ഓക്കെ, ഹലോ ഗൈസ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിയ ഫർസൻ. സോ ഇന്ന് ഒരു വെറൈറ്റി ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ബിക്കോസ് എൻ്റെ ഒച്ച ഇപ്പം ഇടർന്ന് കണ്ടെന്ന് എനിക്കറിയാം. ഉറങ്ങിക്കിടന്ന ഞാൻ ചാടി എണീച്ച് ആണ് ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കുന്നത്. ഓൺലി ബിക്കോസ് എൻ്റെ ഇപ്പം ഹോസ്റ്റലിൽ ആരും മീൻസ് റൂംമേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ആക്ച്വലി ഈ ഔട്ട്ഫിറ്റ് ഇന്ന് എക്സാം ആയിരുന്നു. അപ്പോൾ രാവിലെ ഐ തോട്ട് എടുക്കണം എന്നൊക്കെ ആലോചിച്ച് ഞാൻ പാടുപെട്ട സ്ലിപ്പ് ബൺ ഒക്കെ ഞാൻ രാവിലെ കെട്ടിയതാണ്. ഇതിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഞാൻ പിന്നെയും കെട്ടി. ഇത് ബാക്കിലോട്ടാട്ടോ അല്ല, മുടി കെട്ടി. കുറച്ച് ലിപ്സ്റ്റിക്ക് കിടപ്പുണ്ട്, ഡോണ്ട് മൈൻഡ് ഇറ്റ്. എന്താ പറയുക, പ്രശ്നം വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് എണീച്ചാൽ മുഖം കഴുകിയിട്ട് വന്നിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ദ പ്രോബ്ലം ഈസ് എനിക്ക് അപ്പം എടുക്കണം എന്നുണ്ടായിരുന്നു. ഓക്കെ, ഗെറ്റ് റെഡി വിത്ത് മീ. പക്ഷേ അപ്പം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഐ വാസ് സോ ലേറ്റ് ആൻഡ് ഓൾസോ പഠിക്കേണ്ട വല്ലതും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പോയി. അപ്പോൾ എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഐ തോട്ട് ഇപ്പം എടുക്കാം മീൻസ് ലൈക്ക് ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ഷൈ ആണ് ഗൈസ്. എനിക്ക് കുറച്ച് പബ്ലിക് ഷൈ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വെറുതെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത് എനിക്ക് പ്രശ്നം. പക്ഷേ അല്ലെങ്കിൽ ഐ എം എ ലിറ്റിൽ ഷൈ. സോ എൻ്റെ മുഖം നമുക്ക് ഉറക്കത്തിൽ നിന്ന് എണിച്ചോണ്ടാണ് മൈൻഡ് ചെയ്യേണ്ട ഒട്ടും. അപ്പോൾ എനിക്കത് റീക്രിയേറ്റ് ഞാൻ രാവിലെ എങ്ങനെയാണ് വരുന്നത്, എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് എങ്ങനെ, ഇത് തന്നെയാണ് ഞാൻ ഇട്ടത്. ഓക്കെ, ഇത് പാപ്പാടെ ഷർട്ടാണ്, വാപ്പച്ചി കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, ആൻഡ് പിന്നെ ഒരു ജീൻസും ഞാനിവിടെ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കാം എന്താ ഞാൻ സ്റ്റൈൽ എങ്ങനെ ചെയ്തതെന്ന്. അതിനകത്തൊരു ഇന്നർ ഇട്ട് ഞാൻ സ്റ്റൈൽ ചെയ്ത്. ഇതല്ലാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാനെന്തോ ഭയങ്കര ലൂസാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഒരു വാച്ച് ഇട്ടു, ഞാൻ ഗോൾഡൻ ഹൂപ്സ് ഇട്ടു, ഇതൊക്കെയാണ് ഇട്ടത്. അപ്പോൾ ഇന്ന് രാവിലത്തെ രാവിലെ അല്ല, ഉച്ചയ്ക്കുള്ള ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നെന്താ പുട്ടി ഇട്ടില്ലേ? അപ്പോൾ ഞാൻ അതെന്ത് പറ്റി? ഞാനപ്പോൾ ഞാൻ തൂത്ത് കാണിച്ചു, ഇല്ല പുട്ടിയൊന്നുമില്ല, ബട്ട് ഭയങ്കര ഓയിലി ലൈക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടൊന്നായിരിക്കാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അവനത് നെഗറ്റീവായിട്ടാണ് എടുത്ത് പറഞ്ഞെങ്കിലും ഞാനത് നല്ലതായിട്ട് എടുക്കുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, എന്താണെങ്കിലും ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം നല്ലതായിരിക്കും, കുറ്റമായിരിക്കുമോ പറഞ്ഞത്, നല്ലതാണോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഐ വാണ്ടഡ് ടു ടേക്ക് ഇറ്റ്, സോ ഐ എം ടേക്കിംഗ് ഇറ്റ് നൗ. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ ആൻഡ് യാ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഓക്കെ ഗൈസ്, സോ ഇതിനാദ്യം ഞാൻ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഓൾറെഡി എൻ്റെ മുഖത്തുണ്ട്. ഓക്കെ, ഞാനത് ഫേസ് വാഷ് പോലും ചെയ്തിട്ടില്ല. എന്നെപ്പോലെ ആവരുത് ആരും. ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് ഇങ്ങനെ ഫേസ് വാഷ് പോലും ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ വരരുത്. പക്ഷെ ഞാൻ പറഞ്ഞു പിന്നെ ഇത് ഞാൻ രാവിലെ ഇതല്ല ഉപയോഗിച്ചത്. ഓക്കെ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. പിന്നെ ഇത് ലിപ്സ്റ്റിക്ക് കോമ്പോ ഇത് തന്നെയായിരുന്നു. ഞാനൊന്ന് ഡാബ് ചെയ്തൊക്കെ കളഞ്ഞു, വലിയ വ്യത്യാസം വന്നിട്ട്. ആ ലിപ്സ് തന്നെയാണ് ഇപ്പോൾ. ഞാൻ പിന്നെ മനഃപൂർവ്വം ലിപ്സ്റ്റിക്ക് കളയാണ്ടിരുന്നതാണ്. കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, നമ്മൾ ഇതെടുക്കുക. ഇതെൻ്റെ മെയിൻ സാധനമാണ്, ഭയങ്കര അഫോർഡബിളാണ്. ജസ്റ്റ് 219 ഒക്കെ നമുക്ക് എപ്പോഴും ഓഫറിന് കിട്ടുന്ന സാധനം. എന്തായാലും 300 താഴത്താണ് വരുന്നത്. 250 താഴെ വരുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് വാം ഹണി 14 ആണ് എൻ്റെ ഷെയ്ഡ്. ഇത് തീരാറായി കേസ് കണ്ടോ. ഞാൻ ഉപയോഗിച്ച് ആകെ തീർത്ത ഒരു കൺസീലർ ഇതും. പിന്നെ മേബിലിൻ്റെ കാരമൽ ഐ ഹാവ് യൂസ്ഡ്. ദാറ്റ് ഈസ് ഓൾസോ എ നൈസ് കൺസീലർ. ബട്ട് ഇത് കിട്ടിയ പിന്നെ ഐ എം യൂസിങ് ദിസ് ബിക്കോസ് ദിസ് ഇസ് ഗിവിങ് മച്ച് മോർ റിസൾട്ട്. നോട്ട് ഇറ്റ്. ഇപ്പോൾ എവിടെയെങ്കിലും മിററുണ്ട്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ഇട്ടും. കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അയ്യോ, ഇനിയിപ്പോൾ കൈ കൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഞാൻ എൻ്റെ ബ്രഷ് എടുത്തില്ല. കണ്ടോ, എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒരു ഗെറ്റ് റെഡി വിത്ത് ചെയ്ത സാധനം തന്നെ ഞാൻ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും.
റീക്രിയേറ്റിംഗ് മൈ രാവിലത്തെ ഔട്ട്ഫിറ്റ് ആൻഡ് ഗെറ്റ് റെഡി. ഇപ്പം ഈവനിങ് 6:15. ഓക്കെ, ഒരു ഹോസ്റ്റലിൽ അല്ലെങ്കിൽ PG നിൽക്കുന്ന യൂട്യൂബർ ആവാൻ ആഗ്രഹമുള്ള ഒരാളുടെ രോദനം നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടോ, ഇപ്പം എന്നെ കണ്ട ഉറക്കത്തിൽ നിന്ന് എനിച്ചന്ന് തോന്നുന്നില്ല. കണ്ടോ, അപ്പം ഇതൊരു നോ മേക്കപ്പ് ലുക്കായിട്ട് എനിക്ക് എടുക്കാം. ബിക്കോസ് ഞാൻ അധികം പണിയൊന്നും ഇതിൽ എടുക്കുന്നില്ല. ഡൺ ഇത്. ഓക്കെ, നമുക്ക് ബ്ലഷ് ഇടാം. ബ്ലഷ് ഞാൻ ഇടുന്നത് ഓൺലി ബിക്കോസ് എന്തിനും ചുവന്നിരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ബ്ലഷ് ഇടുന്നു. പക്ഷേ ആക്ച്വലി ഈ ബ്ലഷ് എനിക്ക് മറ്റേ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ് എനിക്ക് ചേരാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കൈ കിട്ടിയത് ഇതില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ സ്ലീക്കൊന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു ജീൻസ് ഷർട്ട് കോംബോ ആണല്ലോ, അപ്പം സ്ലീക്ക് ഇടാം. ആക്ച്വലി ഇറ്റ്സ് നൈസ്. ഇല്ലേ കണ്ടോ, അവൾ പറഞ്ഞതിലൊരു തെറ്റില്ലല്ലോ. കുറച്ചൊക്കെ നമ്മളെ കണ്ട കുട്ടിയെ ഇട്ടിട്ടേ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് മുഖത്തിപ്പം എന്തുള്ള ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല. ഞാൻ മറ്റേതാ ഉപയോഗിക്കുക, കുഴപ്പമില്ല, വാട്ട് എവർ ഇറ്റ് ഇസ്. ഇനി ഇതിൻ്റെ ഞാൻ വലിയ ഫോണ്ട് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എങ്ങനെ കണ്ടോ, കണ്ണിനൊരു വെളിച്ചം വെച്ചത് കണ്ടോ, അത്രേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഓക്കെ, ആൻഡ് ഓൾസോ ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ 5 മിനിറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി. ബിക്കോസ് ഞാൻ ചെക്ക് ചെയ്യുമ്പം 90% ഓഫ് ദ ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. സോ ഗൈസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ കാണുന്നത് വെറുതെ ആയാലും. സോ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഇത് തന്നോയോ? ഇല്ല. നാളത്തെ എനിക്ക് എക്സാമാണ്. എന്നിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എൻ്റെ ആത്മാർത്ഥത നിങ്ങൾ കാണാതിരിക്കരുത്. അങ്ങനെ ആ കടമയുണ്ട് തീർന്നു. ഇതിൽ മിക്കതും ലൈക്ക് ഇത് ശരിക്കും 5 മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്യാൻ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ പറയുക, ഞാൻ ഇത് തന്നെയാണ് എപ്പോഴും ചെയ്യാറ്. ലൈൻ ചെയ്യുക. ഇത് ഭയങ്കര ന്യൂഡാണ്, പക്ഷെ നല്ല ലിപ്സ്റ്റിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ന്യൂഡാണ്. വെറ്റ്, അതാണ് ഷെയ്ഡ്. ഇനി ഞാനിങ്ങനെ ലൈൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തിട്ട് കൊടുക്കും. ഇതൊരു പിങ്ക് അങ്ങനെ ഷെയ്ഡാണ്. ഇനി ചുമ്മാ ഞാൻ റെഡിയാവും. ചുമ്മാ ഗെറ്റ് റെഡി വിത്ത് മീ. അടുത്ത നാളത്തെ എക്സാമിന് പഠിക്കാനേ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഞാൻ പഠിക്കും. നോക്കിക്കോ, വെറുതെ ഇത് ഇപ്പം തന്നെ കഴിക്കണമെന്ന് എനിക്ക് വിഷമമായാലോ. ലിബാം ഇടായിരുന്നു. വേറൊരു ടിപ്പ് ഗൈസ്, ലിപ്സ്റ്റിക് ഇടുന്നതിന് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് മുന്നേ ലിബാം ഇടുക. ആ ലിബാം കഴുകി തുടച്ച് കളഞ്ഞിട്ട് യു ക്യാൻ പുട്ട് ലിപ്സ്റ്റിക്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കണം മൊത്തം എന്ന് വിചാരിച്ചാണ്. ബിക്കോസ് എൻ്റെ ഇപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട്സ് കുറേ പേര് ആ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്, അബൌട്ട് മീ. അത് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോയുടെ കൂടെ ഞാൻ ക്ലബ് ചെയ്തിട്ടാണ്. ബിക്കോസ് അധികമൊന്നും എന്നെക്കുറിച്ച് എനിക്ക് പറയാനില്ല. പിന്നെ ഞാൻ പറയണം, അപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്കൊന്നും മലയാളം അറിയില്ല. സോ അറിയാത്ത ആൾക്കാർ പ്ലീസ്
put the subtitles and see. Okay. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് മാത്രം മതി. പിന്നെ ഇതും കൂടെ ഇടാം. ഫിനിഷ് ആക്കി. പക്ഷെ എൻ്റെ റൂംമേറ്റ്സ് വന്നു. ഐ ഹാവ് ടു. ആ കൊച്ചു വിചാരിക്കും എവിടെയും പോകാനില്ലാണ്ട് ഞാൻ എന്തിനും ഇങ്ങനെ കെട്ടി കഴിഞ്ഞ് നിൽക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ചുമലായതുകൊണ്ട് ഇത് പെട്ടെന്ന് വൈൻഡ് ഓഫ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്തിട്ട് എന്തൊക്കെയാണ് പറയുന്നത്, സ്ട്രെസ്സാണ്. ഓക്കെ, വൈൻഡപ്പ് ചെയ്തിട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു വാഷ് ഇറ്റ് ഓഫ്. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനെങ്കില്ല, ഇതെടുത്ത് പഠിക്കാൻ പോലും പറ്റത്തില്ല. ഓക്കെ, സോ ഇതായിരുന്നു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ. ഒരാവശ്യമില്ലാത്ത ഗെറ്റ് റെഡി വിത്ത് മീ, അങ്ങനെ തന്നെ ഞാൻ ഇടുന്നു നോക്കി. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക്. Hope you all like the video. So if you like the video, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഓക്കെ, സോ